മൺഡേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലദോഷം, പനി, അങ്ങനത്തെ എല്ലാവിധ അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള സൗണ്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമന്റ് വായിക്കാം. കുറെ കാലത്തിന് ശേഷമാണ് മൺഡേ കമന്റ് ബോക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫസ്റ്റ് കമന്റ് യൂസർ G5Q ഒരു ജസ്റ്റ് ഒരു പേരാണ്. 5QU6RR4 എന്തായാലും ബ്രോ സബ് ഓഫർ ബോക്സിൽ സബ് ക്രോസ് ഓവർ യൂസ് ചെയ്യണോ? യൂസ് ചെയ്താൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ ഒരു സബ് ഓഫർ ബോക്സ് ഇപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ അതിനകത്ത് പവറും ബോർഡും ഒക്കെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതേപോലെ തന്നെ പാസീവ് ആണെങ്കിൽ അത് ഒരു ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലേക്കുള്ള, അതായത് സബ് ഓഫർ വൂഫറിലേക്കുള്ള കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ സാധാരണ അതിനകത്ത് ആക്റ്റീവ് ക്രോസ് ഓവറാണ് ഉപയോഗിക്കുക, അതായത് ബോർഡിനകത്ത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സാധാരണ. പക്ഷേ സെർച്ചുകൾ ഞാൻ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു പാസീവ് ക്രോസ് ഓവർ സബ് ഓഫറിൻ്റെ അകത്തും ഫിക്സ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതുവരെ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചില്ല. അങ്ങനെ ഒരു പാസീവ് ക്രോസ് ഓവർ നമ്മൾ അവിടുന്ന് ആംപ്ലിഫയറിൽ നിന്നെല്ലാം കറക്റ്റായിട്ട് ഈ സ്പീക്കറിലേക്ക് വിടുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ആവശ്യം വരുന്നില്ല. അടുത്ത കമന്റ് വിശ്വനാഥൻ R ഇളയിടം എന്ന് ചാനലിൻ്റെയാണ്, ഇന്നാളുടെയാണ്. ഇൻഡക്ഷൻ കുക്കറിനെ പറ്റിയിട്ടാണ് ഈ കമന്റ്. അതായത് ഗ്ലാസ് പൊട്ടിയാൽ ശരിയാക്കാമോ? ശരിയാക്കാൻ പറ്റും, പക്ഷെ ഗ്ലാസ് കിട്ടണം. പുതിയ ഗ്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. കിട്ടുന്നവരുണ്ടാവും. എനിക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ആ പുതിയ ഗ്ലാസ് കിട്ടിയത്. ആകെ ഒരു പ്രാവശ്യം. പിന്നീട് ഞാൻ അതെല്ലാം ഒപ്പിക്കൽ ഈ സ്ക്രാപ്പ്, ഈ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന കടയിൽ നിന്ന് സ്ക്രാപ്പായിട്ട് വന്നിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറിന്റെ ഈ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കുന്നത്. സാധാരണ ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ്. ഇൻഡക്ഷൻ കുക്കറിന്റെ ഈ പഴയ കംപ്ലൈന്റ് ആയതൊക്കെ ഈ ആളുകൾ തൂക്കി കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ളതിന് ഈ ഷീറ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം. ചില്ലറ എന്തോ കൊടുത്താൽ മതി, 10-50 കൊടുത്താൽ ഈ സാധനം കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾക്ക് പറ്റിയ അളവാണെങ്കിൽ അത് കൊണ്ടുവരിക, അവിടെ ഒട്ടിക്കുക. നല്ല കുറച്ചുകൂടെ വലിയ അളവാണെങ്കിൽ കട്ട് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ ആ രീതിയിൽ ഗ്ലാസ് മാറ്റി വെക്കാം. അല്ലാതെ പുതിയത് കിട്ടുന്ന എവിടുന്നാന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. അതെൻ്റെ കഴിവുകേടായിരിക്കാം. കിട്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം. അടുത്ത കമന്റ് WLB എന്ന ചാനലിലാണ്. സ്പീക്കറിന്റെ എണ്ണം കൂടുമ്പോൾ പവർ അനുസരിച്ച് എത്ര പവറുള്ള ആംപ്ലിഫയർ വേണം എന്ന് വിശദീകരിക്കാമോ? അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല വലിയൊരു വീഡിയോ ചെയ്യാനുള്ള ടൈപ്പാണ്. അതായത് ഇപ്പോൾ 2 വാക്ക് പറഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എത്ര വാട്ട്സിന് എത്ര സ്പീക്കേഴ്സ് ആകുമ്പോൾ എത്ര വാട്ട്സ്, അതിനനുസരിച്ച് എത്ര പവർ, അതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഒരു വിധം ചെറിയ രീതിയിൽ. ഇപ്പോൾ ഇതിൽ ചെറിയ തോതിൽ പറയുകയാണെങ്കിൽ സ്പീക്കറിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് കൂട്ടുക എന്നൊരു ചോദ്യം ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്. നിങ്ങളുടെ ആംപ്ലിഫയർ 100 വാട്ട്സോ അല്ലെങ്കിൽ 500 വാട്ട്സോ ആണെങ്കിൽ അതിലേക്ക് ഇപ്പോൾ നിലവിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതിലേക്ക് നിങ്ങൾ എത്ര സ്പീക്കറാണ് കൂട്ടുക? അത് ഏത് രീതിയിലാണ് കൂട്ടുക? സെയിം 500 തന്നെയാണോ ആഡ് ചെയ്യുക? അല്ല അതിൻ്റെ കൂടെ കുറച്ച് 100 ആഡ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 100 അല്ല കൊടുത്തിരുന്നത്, അതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് പിന്നെയും സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ട് 500 ആക്കുകയാണോ? ഒരു 500 വേണ്ട ആമ്പിലേക്ക്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കൂടുതൽ ഡീറ്റെയിൽ ആക്കുമ്പോൾ ആ ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ ചോദ്യത്തിനനുസരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പീക്കറിൻ്റെ എണ്ണം കൂടുമ്പോൾ പവർ അനുസരിച്ച് എത്ര പവറുള്ള ആംപ്ലിഫയർ വേണം? അത് സ്പീക്കറിൻ്റെ എണ്ണം ഇപ്പോൾ നിങ്ങൾ 100 വാട്ട്സ് ഊഫർ 2 100 വാട്ട്സ് സ്പീക്കർ 2 ഒരു HF വെച്ച് 200 വാട്ട്സ് കൂട്ടാം. അപ്പോൾ 200 വാട്ട്സിൽ നിങ്ങൾക്ക് 200 വാട്ട്സിൻ്റെ ആമ്പാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ ആമ്പ് 200 ആണ്, ഇവിടെ ഇപ്പോൾ ഉള്ളത് 200 ആണ്. വീണ്ടും നിങ്ങൾ സ്പീക്കർ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വാട്ട്സ് സ്പീക്കർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ആമ്പ് ഇവിടെ വേണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ആ ചോദ്യം കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് ഉത്തരം കറക്റ്റാക്കാൻ പറ്റും. അടുത്ത കമൻറ്റ് ഹരി ലൈറ്റ് ആൻഡ് സൗണ്ട് 4327 എന്ന ചാനലിൻ്റെയാണ്. നമ്മൾ PS സിസ്റ്റത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ അതിനകത്ത് ഗ്രില്ല് കിട്ടുന്ന എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുന്നവർക്ക്. അതായത് നിങ്ങളുടെ ഏരിയയിൽ എവിടെയും കിട്ടുന്നുണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻ്റാണ്, അതായത് ഗ്രിൽ കിട്ടും ചങ്ങനാശ്ശേരി. ഇപ്പോൾ അത് സ്പെല്ലിങ്ങോ ഉച്ചാരണമോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഖാനിൻ്റെ മുമ്പിൽ ഒരു വരുമ്പോൾ ഈ ഖാൻ എന്നൊക്കെ വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ഈ ഖാൻ ബോക്സ് മാനുഫാക്ചർ അങ്ങനെ ഒരു ഷോപ്പിൽ ചങ്ങനാശ്ശേരി കിട്ടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ കോഴിക്കോടുള്ളവർക്ക് കുന്നമംഗലത്ത് അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പോയി നോക്കിയിട്ടില്ല. ഒക്കെ കമൻസിൽ വന്ന ഉത്തരങ്ങളാണ്. ആ ടൈപ്പ് ഗ്രില്ല് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ച് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വിടാം. അടുത്ത കമൻറ്റ് SkyBlue6743 എന്ന ചാനലിലാണ്. നിങ്ങളുടെ നമ്പർ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. എൻ്റെ നേരിട്ട് വല്ല സംശയങ്ങളും ചോദിക്കാനുള്ള വാട്സപ്പ് നമ്പർ 8943491671. നോക്കാൻ ഒരുപാട് സമയമെടുക്കും, അത്രയും തിരക്ക് അതിനകത്തുണ്ട്. അടുത്തത് അസംബ്ലിങ്ങോ അങ്ങനത്തെ വാങ്ങേണ്ട എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങാനോ അസംബ്ലിങ്ങിനോ വേണ്ടിയിട്ടാണെങ്കിൽ 8075758247 എന്നുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഈ നമ്പറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേത് ഒരു സമയം കിട്ടുമ്പോൾ മാത്രമേ നമ്മളതിന് റിപ്ലൈ ചെയ്യുള്ളൂ എന്നുള്ളത് പ്രത്യേകം പറയണം. അപ്പോൾ പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ആരും ദേഷ്യം പിടിക്കരുത്. അടുത്ത കമൻറ്റ് മിസ്റ്റർ JB യൂട്യൂബ് ചാനലിൻ്റെയാണ്. യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ എക്സലൻറ്റ് ഇൻഫോർമേഷൻ, താങ്ക്സ് ചേട്ടാ.
അപ്പോൾ മിസ്റ്റർ JB ചാനലിന് ഒരു ഹായ്. ഈ വീഡിയോ കമൻറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ കുറേ ചാനൽസ് ഇങ്ങനെ ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേറെയും കുറേ പ്രമുഖ ചാനലുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഓരോ നല്ല വീഡിയോസ് വരുമ്പോൾ കമൻറ്റ് ചെയ്യാറുണ്ട്. പറയാൻ ഞാൻ അധികം വിട്ടു പോകുന്നതാണ്, ഇതുപോലെ എടുത്ത് പറയാൻ. അപ്പോൾ മിസ്റ്റർ JB നമസ്കാരം. അടുത്ത കമൻറ്റ് ഹരീഷ് കുമാർ TP എന്ന ചാനലിൻ്റെയാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് പ്ലാൻ ഉണ്ട് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് വന്ന കമൻറ്റാണ്. അതായത് മുദ്ര ലോൺ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വയം തൊഴിൽ ലോൺ നോക്കാനാണ് ഇദ്ദേഹം പറയുന്നത്. നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവരും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒരുപാട് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വഴികൾ, അപ്പോൾ വഴികൾ നമ്മൾക്ക് അറിവിൽ ഉള്ള വഴികളിൽ കൂടാതെ മറ്റെന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിലോ അപ്പോൾ അതറിയാലോ എന്ന നിലക്കാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ പെട്ടാണ് ഇതെല്ലാം. മുദ്ര ലോൺ നോക്കാൻ പറഞ്ഞത്, സ്വയം തൊഴിൽ, വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള സംരംഭങ്ങളെ പറ്റിയിട്ട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഈ മുദ്ര ലോണാണ് ഞാൻ ആദ്യം നോക്കിയിരുന്നത്. ഞാൻ എൻ്റെ പഴയ ഷോപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് പഴയ വീഡിയോസിൽ കാണാം. ഒരു വലിയൊരു ഹോളിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് സ്റ്റോക്ക് അടക്കം വെച്ചിട്ട് വലിയ മാനുഫാക്ചറിങ് ഒക്കെ അവിടെ തന്നെ ചെയ്ത് തുടങ്ങാനുള്ള പ്ലാനിൽ ഉദ്ദേശിച്ചിട്ടാണ് മുദ്ര ലോൺ നോക്കിയത്. ആ സമയത്ത് കൊറോണ വന്നിട്ട് ഈ സംഗതിയൊക്കെ ബ്ലോക്കായി, ആകെ ഇടം പറഞ്ഞു. അതായത് വെരിഫിക്കേഷൻ, എൻക്വയറി അതിനൊക്കെ അവർ വരുന്ന ദിവസത്തിൻ്റെ 2 ദിവസം മുമ്പ് ലോക്ക്ഡൗണായി. 3 മാസത്തോളം അടച്ചിട്ട് കിടന്നതിൽ ഞാൻ അവിടെ വാടക എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായതിൻ്റെ ശേഷം ആ ലോണും ക്യാൻസലായി, ആ ഷോപ്പും പോയി. ഇനി രണ്ടാമതും അപേക്ഷിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഏജൻറ്റ് വഴിയാണ് ചെയ്തതെങ്കിലും ആ ബാങ്കെ കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. അത് കുറച്ച് ടാസ്ക് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഇനി ഫോം ചെയ്യുമ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കണമെന്നുണ്ട്. അടുത്ത കമൻറ്റ്, നമ്മൾ ടീം വേണം എന്ന് പറഞ്ഞിട്ട് കുറേ പേരെ നമ്മൾക്ക് അതായത് അസംബ്ലിങ് ചെയ്യാനൊക്കെ അറിയുന്ന ആളുകളോ അല്ലെ പഠിച്ചവരോ ഉണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു വർക്ക് ഉണ്ട്, അപ്പോൾ അത് ചെയ്യാൻ സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ വർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ടീം വേണമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻറ്റാണ്. ബിനു ഉപ്പമ്മ എന്നാണ് ചാനലിൻ്റെ പേര് കാണുന്നത്. അപ്പോൾ ചേട്ടൻ പറയുന്ന കണ്ടപ്പോൾ സന്തോഷം തോന്നി. കാരണം മറ്റൊരാൾക്ക് ജോലി കൊടുക്കാൻ കഴിയുക, അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം നൽകുക. എൻ്റെ നാട്ടിലുള്ള ഇലക്ട്രോണിക്സ് ആളുകളുടെ വിചാരം ഇലക്ട്രോണിക്സ് മേഖല അവർ കണ്ടുപിടിച്ച പോലെയാണ്, എല്ലാം അവർ തന്നെ ചെയ്യണം, അവരുടെ കൈ തട്ടിയാലേ സൗണ്ട് വരുള്ളൂ എന്ന് വിചാരമാണ് അവർക്ക്. അതെന്തോ അത് അവിടെ അവർക്കുണ്ടായ ഒരു അനുഭവമായിരിക്കാം ചിലപ്പം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ച്. എല്ലാവരും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് നിങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അതിലേക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഈ പരിപാടി ചെയ്യാൻ ഇപ്പോൾ അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ കോണ്ടാക്ട് ചെയ്ത ഒരുപാട് പേർക്ക് ഇതറിയാം. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണലി ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, ആമ്പ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോണ്ടാക്ട് ചെയ്യാമെന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഒരു 5-8 പേരുടെ ഒരു സെലക്ഷൻ ആയിട്ടുണ്ട്. അതായത് ഞാൻ ആരോടും ഓക്കെ പറഞ്ഞല്ല, ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണുള്ളതെന്ന്. അപ്പോൾ അതൊക്കെ ആ ഒരു ഗ്രേഡ് അനുസരിച്ചിട്ടുള്ള ആളുകളാണ്. അതായത് ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഉള്ളവരും പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ പഠിച്ചവരും ഈ ചെറിയ കടകളുള്ളവരും ഫ്രീ ആയിട്ടുള്ളവരും അങ്ങനത്തെ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ 100 ആളെ 1000 ആളെ നമുക്ക് കൊള്ളിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മളെ വർക്കുകളൊക്കെ മാൻ തീരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് ഞാൻ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സിൽ വളരെ കുറച്ച് കമൻസ്, അതായത് വെറൈറ്റി അല്ലാത്ത കുറച്ച് കമൻസ് വായിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങുന്നതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.